പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. കരുനാഗപ്പള്ളിയിൽ ഭക്ഷണശാലകൾ പൂട്ടിത്തുടങ്ങി. പാചകവാതക ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ ചായയ്ക്കുൾപ്പെടെ വില വർദ്ധിപ്പിച്ചു. ജോലി ഇല്ലാതായതോടെ ഇതര സംസ്ഥാന തൊഴിലാളികളും നാട്ടിലേക്ക് മടങ്ങുന്ന സ്ഥിതിയാണ്. പാചകവാതക ക്ഷാമത്തെ തുടർന്നാണ് കരുനാഗപ്പള്ളിയിൽ ഉൾപ്പെടെ ഭക്ഷണശാലകൾ പൂട്ടിത്തുടങ്ങിയത്. ക്ഷാമത്തിന്റെ മറവിൽ ആഹാര സാധനങ്ങൾക്ക് വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളി ടൗണിലെ മിക്ക കടകളിലും ചായയുടെ വില 10 നിന്നും 15 രൂപയായി വർദ്ധിപ്പിച്ചു. പൊറോട്ടയുടെ വില 10 നിന്നും 13 രൂപയായി മാറിയിട്ടുണ്ട്. കറികൾക്ക് 10 രൂപ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ സാധാരണക്കാരന്റെ കീശ കീറുന്ന സ്ഥിതിയാണ് കരുനാഗപ്പള്ളിയിൽ. വിലക്കയറ്റത്തിനൊപ്പം തന്നെ തദ്ദേശീയരും ഇതര സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി പേർക്ക് തൊഴിലും നഷ്ടമാകുന്ന സാഹചര്യമാണ്. യുദ്ധം തുടങ്ങിയതോടെ വാണിജ്യ സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായതാണ് തട്ടുകടകളും ഹോട്ടലുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പൂട്ടാൻ കാരണമായത്. ക്ഷാമം ഏറെ ബാധിച്ചത് ചെറിയ കടകളെയാണ്. സന്ധ്യ കഴിഞ്ഞാൽ സജീവമായിരുന്ന തട്ടുകടകൾ ഒരെണ്ണം പോലും നിലവിൽ പ്രവർത്തിക്കാത്ത സ്ഥിതിയാണ്. കടയിലും എല്ലാം പ്രതിസന്ധിയാണ്. ഗ്യാസ് കിട്ടാൻ ഒരു മാർഗവുമില്ല. അവിടെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ കടക്കാർക്ക് കൊടുക്കുന്നില്ല, ഹോസ്പിറ്റലിനൊക്കെ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മിക്ക കടകളും അവധിയാണ്. സ്റ്റാഫുമാരെല്ലാം അവധിയാണ് പോയി. പിന്നെ ഞങ്ങളിങ്ങനെ അറുക്കപ്പൊടിയും വിറവും ഒക്കെ മേടിച്ച് കുറ്റി നിറച്ച് ഇപ്പോൾ കത്തിക്കുക. അതിന് ഇപ്പോൾ വില കൂടുതൽ. 50 രൂപ ഉള്ളത് 80 രൂപ ആയി. അറുക്കപ്പൊടിക്ക് വിറവിന് 10 രൂപ ആയി. അതും വലിയ ബുദ്ധിമുട്ടാണ്. ഇനി അതും കിട്ടാൻ പാടാം. ചില കച്ചവടക്കാർ മണ്ണെണ്ണ സ്റ്റൗവിലേക്കും അറക്കപ്പൊടി നിറയ്ക്കുന്ന കുറ്റിയടുപ്പിലേക്കും വിറകടുപ്പിലേക്കും മാറിയിട്ടുണ്ട്. എന്നാൽ സാഹചര്യം മുതലെടുത്ത് ഇവയ്ക്ക് അമിത വില ഈടാക്കുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. മണ്ണെണ്ണ സ്റ്റൗവും ഇൻഡക്ഷൻ കുക്കറും കടകളിൽ സ്റ്റോക്ക് തീർന്ന സ്ഥിതിയിലാണ്. വരും ദിവസങ്ങളിലും കട തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ മിക്ക കച്ചവടക്കാർക്കും ഇല്ല. ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങി. തൊഴിൽ നഷ്ടം ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.